അരീക്കോട് മജ്മഅ അലുമിനി സംഘടിപ്പിക്കുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന അൽ കിതാബ് വിശുദ്ധ ഖുർആനിൻ്റെ വിവിധ വശങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം പഠന സെഷനുകൾ ഉൾക്കൊള്ളുന്ന ഈ പ്രോഗ്രാം തുടക്കം കുറിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കാൻ, പഠനത്തിലേറെ മുന്നേറാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിനെ സമീപിക്കുന്നവർ, ശ്രദ്ധിക്കുന്നവർ, പഠിതാക്കൾ, പ്രത്യേകിച്ചും മുസ്ലിം സമൂഹം പൊതുവിലും മനസ്സിലാക്കേണ്ട ഖുർആനുമായി ബന്ധപ്പെട്ട ചില അൽ-ഉലൂമുൽ അവ്വലിയാത്ത് ബാലപാഠങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽ കിതാബ് അല്ലെങ്കിൽ അൽ ഖുർആൻ വിവിധ പദപ്രയോഗങ്ങളിലൂടെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള നിർവചനവും ചർച്ചകളും നമ്മുടെ കിതാബുകളിൽ നമുക്ക് കാണാം. ഇവിടെ നടക്കുന്ന സെഷനുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അനുയോജ്യമായ ഒരു നിർവചനം കലാമുല്ലാഹിൽ മുനസ്സൽ അലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഇജാസി വലിൽ തഅബ്ബുദി വലിൽ ഹിദായ എന്ന് നമുക്ക് ചുരുക്കി പറയാൻ വേണമെങ്കിൽ, കലാമുല്ലാഹിൽ മുനസ്സൽ അലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഇജാസി വലിൽ തഅബ്ബുദി ബിതിലാവത്തി വലിൽ ഹിദായ. ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, മഖാസിദുൽ ഖുർആൻ ഹ്രസ്വമായി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ പ്രധാനമായും ഏറ്റവും പ്രധാനപ്പെട്ട തലവാചകങ്ങളായി കടന്നു വരുന്ന 3 ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചില ഇമാമുകൾ നിർവചിച്ചതും കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തിയത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബ് തആല ഖുർആൻ ഭാഷണ രൂപത്തിൽ നൽകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടായി മറ്റ് ഒരുപാട് രൂപത്തിലേക്ക് മഖാസിദുൽ ഖുർആൻ നമുക്ക് പരത്തി എഴുതാമെങ്കിലും ഈ 3ലേക്ക് അതൊക്കെ ചുരുക്കി എഴുതാൻ സാധിക്കും. ഒന്നിലിൽ ഇജാസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യനബിയാണോ എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത്. ഖുർആനുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിലുള്ള സെഷനുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ സെഷനിലും അതുമായി ബന്ധപ്പെട്ടത് വളരെ തഹ്ഖീഖ് തദ്ഖീഖോടുകൂടി ആയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു ലക്ഷ്യം, മഖാസിദിൽപ്പെട്ട ഒന്ന്, അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യനബിയാണ്, സത്യ റസൂലാണ് എന്നതിനുള്ള ദലീലാണ്, പ്രമാണമാണ്, മുഅ്ജിസത്ത് ആണ്. വിശുദ്ധ ഖുർആൻ തന്നെ നിരവധി സ്ഥലങ്ങളിൽ അത് പറയുന്നുണ്ടല്ലോ. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. വിശുദ്ധ ഖുർആനിനോട് സമാനമായ ഒരെണ്ണം അല്ലെങ്കിൽ അതിലെ അധ്യായങ്ങളിനോട് സമാനമായ ഒരു അധ്യായം കൊണ്ടുവരാൻ ഖുർആൻ കൃത്യമായി വ്യക്തമായി വെല്ലുവിളിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. സാധിച്ചില്ല, സാധിക്കുകയില്ല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. വലൻ തഫ്അലു, കഴിയില്ല. ഇജാദിൻ്റെ ഭാഗത്തേക്ക് മാത്രം ഞാൻ എൻ്റെ സംസാരം കൊണ്ടുപോകുന്നില്ല, സാധിക്കില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വ്യക്തിപരമായി താല്പര്യമുള്ളവർ തന്നെയായിരുന്നു അക്കാലഘട്ടത്തിലെ പൊതുവെ മക്കയിലുള്ളവരും അറേബ്യൻ സമൂഹവും ഒക്കെ. അവിടുത്തെ വിശുദ്ധിയിൽ, ജീവിത വിശുദ്ധിയിലും സ്വഭാവ മഹിമയിലുമൊന്നും അവർക്ക് സംശയമില്ല, അല്ലെങ്കിൽ കാര്യമായ എതിർപ്പില്ല. മറിച്ച് വിശുദ്ധ ഖുർആനുമായി അവരുടെ മുന്നിലെത്തുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം അവരെ മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്യുമ്പോഴാണ്, അതിൻ്റെ പേരിലാണ് അവർക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിരോധം ഉണ്ടായിട്ടുള്ളത്.
ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, സത്യത്തിൽ അങ്ങയുടെ വ്യക്തിത്വത്തെ അല്ല അവർ നിഷേധിക്കുന്നത്, അവർ നമ്മുടെ ആയാത്തുകളെയാണ് നിഷേധിക്കുന്നത് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. ഞാനതെന്തിനാ പറഞ്ഞത്? അപ്പോൾ അക്കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും വലിയ ശത്രുത വെച്ച് പുലർത്തിയെന്നവരുടെ ശത്രുതയുടെ കാരണം അവിടുന്ന് റസൂലുള്ളയാണ് വിശുദ്ധ ഖുർആൻ ലോകത്ത് ആളുകളെ കേൾപ്പിക്കുന്നു എന്നതാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓഫീസ് പൂട്ടൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവും ജീവിതത്തിലെ ഏറ്റവും വലിയ താല്പര്യവുമാണ്. അവരതിന് ശ്രമിക്കാതിരിക്കില്ല, പക്ഷെ സാധിച്ചില്ല. ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിൻ്റെ മിത്രങ്ങൾ അവിടെ ഇരിക്കട്ടെ, ശത്രുക്കൾ പോലും ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വെല്ലുവിളി അവരോട് നടത്തുകയും അത് ശത്രുക്കളെ ഏറ്റെടുത്ത് കൊണ്ടുവന്നു അവസാനം വഷളാകുന്നൊരു ഘട്ടത്തിലേക്ക് എത്തി എന്ന് ഒരൊറ്റ ശത്രു പോലും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പം സാധിച്ചില്ല, സാധിക്കുകയും ഇല്ല. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട ഒരു മഖ്സൂദ്, മഖാസിദുൽ ഖുർആനിൽ പ്രധാനപ്പെട്ട ഒന്ന് കൗനുഹു മുഅ്ജിസത്തൻ വദലീലൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മഖ്സൂദ് നേരത്തെ ആ നിർവചനത്തിൽ സൂചിപ്പിച്ച തഅബ്ബുദൽ മുതഅബ്ബദു ബിത്തിലാവത്തി, ഖുർആൻ പാരായണം ചെയ്യപ്പെടുക എന്നത്. ഇവിടെ നേരത്തെ ആമുഖ ഭാഷണം നടത്തിയ അഷ്റഫ് അഹ്സനെ ഓർമ്മപ്പെടുത്തി, ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്യപ്പെടുന്ന, ഹിഫ്ള് ചെയ്യപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ എന്ന വാക്കിന് തന്നെ നമുക്ക് അൽ ഖിറാഅ എന്നർത്ഥം പറയാം. അൽ ഖുർആൻ എന്ന പദത്തെ വിവിധ രൂപത്തിൽ അയിമത്തുകൾ സമീപിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ലളിതമായതും അല്ലെങ്കിൽ വ്യക്തമായതും അൽ ഖുർആൻ അൽ ഖിറാഅ എന്ന അർത്ഥത്തിന് തന്നെയാണ്. അവ പേര് പോലെ തുടക്കവും ഇഖ്റ സൂചിപ്പിക്കുന്നത് പോലെ പാരായണം ചെയ്യപ്പെടുക, ഓതുക, വായിക്കുക, പാരായണം ചെയ്യപ്പെടുക, ഇത് ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. മുസ്ലിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. ലോകം ഖുർആൻ വായിക്കണം, ഖുർആൻ പഠിക്കാൻ ശ്രമിക്കണം. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ വാഖിഅയിൽ കാണാം, ഇന്നഹു ലഖുർആനുൻ കരീം, ആദരവോടുകൂടി വായിക്കപ്പെടുന്ന, പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം. ഇങ്ങനെ പാരായണം ചെയ്യപ്പെടുന്ന, വായിക്കപ്പെടുന്ന മറ്റൊന്ന് ലോകത്തില്ല. ലോകത്ത് 24 മണിക്കൂറും ഖുർആൻ പാരായണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഖുർആൻ പാരായണം നടക്കാത്ത ഒരു ഘട്ടവും ഭൂമിയിലുണ്ടാകൂല. ഖുർആൻ പൊതുവെയും വിശിഷ്യ ഖുർആനിൽ അസ്സബഉൽ മഹാനി ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടേണ്ട സപ്തവചനങ്ങൾ സൂറത്തുൽ ഫാത്തിഹ. ഭൂമിയിലെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ഭാഗത്ത് നിസ്കാരം നടക്കാത്ത സമയം ഉണ്ടാകില്ല. ആ നിസ്കാരങ്ങൾ നടക്കുമ്പോഴൊക്കെ നിർബന്ധമായും എത്രയോ തവണ അതിൽ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ, വിശിഷ്യ സൂറത്തുൽ ഫാത്തിഹ. ഇത് ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും ഒരേ ഭാഷയിൽ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഒന്നും കൂടി പറഞ്ഞാൽ, സത്യത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പഠിപ്പിച്ച, അവിടുന്ന് പാരായണം ചെയ്ത് കേൾപ്പിച്ച ഖുർആനാണ് മുസ്ലിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ആരും നിഷേധിക്കുന്നില്ല. അല്ലെങ്കിൽ അതിൽ രണ്ടഭിപ്രായമില്ല എന്ന് തന്നെ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സത്യപ്രവാചകരാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന, അതാണല്ലോ സത്യവും. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പാരായണം ചെയ്തു കൊടുത്ത് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ അതേ രൂപത്തിൽ, അതേ ഭാഷയിൽ, അതേ രൂപത്തിൽ അത് സംരക്ഷിക്കപ്പെടുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മുസ്ലിങ്ങൾ അത് അതേ ഭാഷയിൽ തന്നെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റ് ഗ്രന്ഥങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഒന്ന് ആരിൽ നിന്ന് വന്ന ഗ്രന്ഥമെന്നാണോ വിശ്വസിക്കപ്പെടുന്നത്, ആ വ്യക്തി അല്ലെങ്കിൽ ആ ദാർശനികൻ അല്ലെങ്കിൽ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുകയാണെങ്കിൽ ആ പ്രവാചകൻ അവർ ലോകത്ത് പാരായണം ചെയ്ത് കേൾപ്പിച്ച അത് തന്നെയാണ് ഇന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചരിത്രപരമായി തെളിയിക്കാൻ സാധിക്കില്ല.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പാരായണം ചെയ്തു കൊണ്ട് പഠിപ്പിച്ച അൽ കിതാബ്, ദാലിക്കൽ കിതാബ് ഇന്നഹു ലഖുർആനുൻ കരീം, ആ ഖുർആൻ മുസ്ലിങ്ങളുടെ കൈവശം ലോകത്ത് നിലനിൽക്കുന്നു, മുസ്ലിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹൃദ്യസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞല്ലോ, മറ്റ് പല ഗ്രന്ഥങ്ങളും കൃത്യമായി അതിൻ്റെ സ്രോതസ് വിശ്വസിക്കപ്പെടുന്ന കേന്ദ്രത്തിൽ നിന്ന് തന്നെയായിരുന്നു എന്ന് ചരിത്രപരമായി പൂർണ്ണമായ അർത്ഥത്തിൽ തെളിയിക്കപ്പെടാൻ കഴിയുന്നില്ല. ഇനി അതവിടെ വെക്കാം. അത് ലോകത്ത് പാരായണം ചെയ്യപ്പെടുന്നവരും പലരും പല ഭാഷയിലാണ് പാരായണം ചെയ്യുന്നത്. ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന എന്നെ ശ്രവിക്കുന്ന പഠിതാക്കളുടെ ചില ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം പറയുകയാണ്. വിശുദ്ധ ഖുർആൻ അത് ആ അറബിയിൽ തന്നെ ആ നിശ്ചിത വാചകങ്ങൾ പാരായണം ചെയ്യപ്പെടുമ്പോഴേ അത് ഖുർആൻ പാരായണമാവുകയുള്ളൂ. ഞാൻ സാധാരണ എൻ്റെ ദർസുകളിൽ പറയാറുണ്ട്, ഞാൻ ആ സെഷനിലേക്ക് സംസാരത്തിലേക്ക് ഇത്തിരി കടന്നു വരാം. തഫ്സീറുൽ ഖുർആനി ലൈസ ബി ഖുർആനി, തർജമത്തുൽ ഖുർആനി ലൈസ ബി ഖുർആനി. മുതഅല്ലിങ്ങൾ ശ്രദ്ധിക്കുക, തഫ്സീറുൽ ഖുർആൻ ഖുർആനല്ല, ഖുർആനിൻ്റെ തഫ്സീർ ഖുർആനല്ല, ഖുർആനിൻ്റെ തർജമ ഖുർആനല്ല എന്ന് പറഞ്ഞാൽ ഒക്കെ തെറ്റാന്നല്ല ഞാൻ അങ്ങോട്ട് വരും. അത് ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതിന് അത് ഖുർആനിൽ ആ നിശ്ചിത വാചകങ്ങൾ തന്നെ പാരായണം ചെയ്യണം. അൽ മുതഅബ്ബദു ബിതിലാവത്തി. തഫ്സീർ വായിച്ചതുകൊണ്ട് അത് ഖുർആൻ പാരായണമാകില്ല. തഫ്സീർ ഖുർആനല്ല. ഖുർആൻ പരിഭാഷ വായിച്ചത് കൊണ്ട് അത് ഖുർആൻ പാരായണമാകൂല. കാരണം ഖുർആൻ പരിഭാഷ ഖുർആനല്ല. തഫ്സീറുൽ ഖുർആനി ലൈസ ബി ഖുർആനി. മുളാഫും മുളാഫിലേഹിം രണ്ടാണെന്ന് മുതഅല്ലിങ്ങളുടെ ഭാഷയിൽ പറയാം. ഖുർആനിൻ്റെ പാരായണത്തിന് പകരം അതിൻ്റെ തഫ്സീർ പാരായണം ചെയ്ത് അത് ഖുർആനാകില്ല, ഖുർആൻ പാരായണമല്ല. ഖുർആൻ പാരായണത്തിന് പകരം തർജമ അതിൻ്റെ പാരായണം ചെയ്താൽ ഖുർആൻ പാരായണമല്ല. ചില ഗ്രന്ഥങ്ങളിലൊക്കെ വേദഗ്രന്ഥം എന്ന രൂപത്തിൽ തന്നെ വിശ്വസിക്കപ്പെടുകയോ പ്രചരിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന പലതിലും അത് പാരായണം ചെയ്യുന്നവർ, വലിയ വിശ്വാസത്തോടു കൂടി അത് വായിക്കുന്നവർ പലരും അതിൻ്റെ ഒറിജിനൽ ഭാഷയിലുള്ള ഭാഷാപരമായ അതേ കോപ്പിയല്ല വായിക്കുന്നത്, അതിൻ്റെ പരിഭാഷകളാണ്. മനുഷ്യർ എഴുതി വെച്ച, മനുഷ്യർ പരിഭാഷപ്പെടുത്തിയ പരിഭാഷകളാണ് വായിക്കുന്നത്. ഇവിടെയാണ് ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ലോകത്ത് വായിച്ച് പാരായണം ചെയ്ത് കേൾപ്പിച്ചത്, അത് അതേ രൂപത്തിൽ തന്നെ ലോകത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹൃദ്യസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഖുർആൻ പാരായണം നടക്കാത്ത സമയം ഇല്ല എന്ന് തന്നെ പറയാം. അതാ നിശ്ചിത വാചകങ്ങൾ തന്നെ പാരായണം ചെയ്യാം. ഖുർആനിൻ്റെ തഫ്സീറുകൾ വായിക്കാം, പഠിക്കാം, പരിഭാഷകൾ വായിക്കാം, പഠനത്തിന് ഉപയോഗപ്പെടുത്താം. പക്ഷേ അതൊന്നും ഖുർആൻ പാരായണമാകൂല. ഫാത്തിഹയുടെ അർത്ഥങ്ങളെ എഴുതി വെച്ചത് ഒരാൾ വായിച്ചതുകൊണ്ട് ഫാത്തിഹയുടെ പാരായണമായി അത് അംഗീകരിക്കപ്പെടില്ല. ഖുർആൻ പാരായണം ആ നിശ്ചിത അലിഫാദുകൾ, ഞാൻ അറബി ഭാഷയിൽ തന്നെ അതേ ആശയതലത്തിൽ അതിനോട് തുല്യമാണെന്ന് ആർക്കോ തോന്നുന്ന അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന വാചകങ്ങൾ അറബി ഭാഷയിൽ വായിച്ചാലും അത് ഖുർആൻ പാരായണമല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ നിശ്ചിത വാചകങ്ങളാണ്, ആ നിശ്ചിത പദാവലികൾ ഉൾക്കൊള്ളുന്ന ആ അധ്യായങ്ങളാണ്. അത് അതേ രൂപത്തിൽ തന്നെ വായിക്കപ്പെടുക എന്നതാണ് ഖുർആൻ പാരായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നൂറ്റാണ്ടുകളായി ഇതേ രൂപത്തിൽ വായിക്കപ്പെടുന്ന, ഇതേ രൂപത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു രണ്ടാം ഗ്രന്ഥം ലോകത്ത് ഇല്ല. ഇത് തന്നെ സത്യത്തിൽ ഖുർആൻ മുഅ്ജിസാണ്. ഖുർആനിനൊരു അസാധാരണത്വം, അമാനുഷികതയുണ്ട് എന്നതിന് ലളിതമായൊരു പ്രമാണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ രൂപത്തിൽ വായിക്കപ്പെടുന്നൊരു ഗ്രന്ഥം ഉണ്ടാകില്ല. പരിഭാഷകളുണ്ടാകും, പരിഭാഷകൾ ഉപയോഗപ്പെടുത്തുന്നവരുണ്ടാകും, ചിലരൊക്കെ പരിഭാഷയെ സമാന ഗ്രന്ഥമായി കാണുന്നവരുണ്ടാകും. ബൈബിളിൻ്റെ പരിഭാഷ ബൈബിളാണെന്ന് കരുതി പോരുന്നവരുണ്ട്. ബൈബിൾ വായിക്കുന്നതിന് പകരം ബൈബിളിൻ്റെ പരിഭാഷ വായിക്കുന്നവരുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിതാക്കളും ഖുർആനെ സമീപിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, വിശുദ്ധ ഖുർആൻ അതൊന്നേ ഉള്ളൂ. ഖുർആനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ അത് ഖുർആൻ എന്ന ആ അപ്രമാദിത്വം ഒരർത്ഥത്തിൽ അതിനില്ല.
ഖുർആൻ വായിക്കപ്പെടുക, ഖുർആൻ പാരായണം ചെയ്യപ്പെടുക എന്നതിന് പകരം നിൽക്കുന്ന ഖുർആൻ വ്യാഖ്യാനമോ പരിഭാഷകളോ ഒന്നുമില്ല. ആരെഴുതിയതാണെങ്കിലും അത് ഖുർആനിൻ്റെ വ്യാഖ്യാനം എന്ന നിലക്കോ ഖുർആനിൻ്റെ അർത്ഥതലങ്ങൾ വിശദീകരിക്കപ്പെടുന്നത് എന്ന പരിഗണന നൽകാമെന്നല്ലാതെ വിശുദ്ധ ഖുർആൻ വായിക്കുന്നതിന് പകരം വായിക്കാവുന്ന, ഖുർആൻ പാരായണം ചെയ്യേണ്ടതിന് പകരം ഒരു തഫ്സീർ വായിച്ചാൽ നമ്മൾ പറയുന്നത് ഖുർആൻ പാരായണമല്ല. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പകരം ഒരു ഖുർആൻ പരിഭാഷ ആരെങ്കിലും വായിച്ചാൽ നമ്മൾ പറയുന്നത് ഖുർആനല്ല. മറ്റ് പല ഗ്രന്ഥങ്ങളെ, അത് മതഗ്രന്ഥങ്ങളോ അല്ലാത്തതോ ആവട്ടെ, മറ്റ് ചില ഗ്രന്ഥങ്ങളുടെ കാഴ്ചപ്പാടിലാണ് ചില ഭൗതിക രംഗത്തോ നിയമവിദഗ്ധരായ ആളുകളും ഖുർആനിനെ സമീപിക്കുന്നത്. ബൈബിളിൻ്റെ പരിഭാഷയെ ബൈബിളായി കാണുന്ന ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ഖുർആൻ പരിഭാഷകളെയൊക്കെ ഖുർആനായി കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഖുർആൻ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഖുർആൻ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് എന്ന് കൃത്യമായി സമുദായം പ്രത്യേകിച്ചും സമൂഹം പൊതുവിലും വിശുദ്ധ ഖുർആനിനെ സമീപിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. ഖുർആൻ നമ്മൾ പറയുന്നത് പോലെ അൽ ഫാത്തിഹയുടെ ബിസ്മി തുടക്ക് ഖുൽ റബ്ബിന്നാസിൻ്റെ അവസാനത്തോടെ അവസാനിക്കുന്ന ആ നിശ്ചിത വാചകങ്ങൾ, അത് മാത്രമാണ് ഖുർആൻ. അതങ്ങനെ തന്നെ പാരായണം ചെയ്യപ്പെടുന്നു, അങ്ങനെ തന്നെ ഹൃദ്യസ്ഥമാക്കപ്പെടുന്നു. ഇത് ഖുർആൻ എന്ന ആ ഗ്രന്ഥത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അതിൻ്റെ ഇജാസും തന്നെ മനസ്സിലാക്കാൻ പഠിതാക്കൾക്ക് ചിന്തിക്കാൻ വകയുള്ളൊരു സംഗതിയാണ് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനിൻ്റെ പാരായണങ്ങൾ ഖുർആൻ പഠിതാക്കളും അല്ലാത്തവരും നന്നായി ശ്രദ്ധിക്കണം, ശ്രദ്ധ വേണം എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിൻ്റെ ദിനചര്യകൾ, വിറുതുകൾ എന്ന് നമ്മൾ പറയും, ഔറാദുകൾ എന്ന് പറയാറുണ്ട്. ഒരു മുസ്ലിമിൻ്റെ വിറുതുകളിൽ, ഔറാദുകളിൽ ഏറ്റവും പ്രധാന സ്ഥാനവും വേണ്ടത് വിശുദ്ധ ഖുർആനിൽ തന്നെയാണ്. ഓരോ നിശ്ചിത സ്ഥലങ്ങളിൽ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടതുണ്ട്. നിസ്കാരത്തിൽ സുജൂദിൽ ചൊല്ലേണ്ട ദിക്റുണ്ട്, അവിടെ അത് തന്നെ ചൊല്ലണം. അവിടെ ഖുർആൻ പാരായണം നടത്തൽ കറാഹത്താണ്. റുക്കൂയിൽ ചൊല്ലേണ്ട ദിക്റുണ്ട്, അത് അവിടെ തന്നെ ചൊല്ലണം. അവിടെ അവിടെ ചൊല്ലണം. ഖുർആൻ പാരായണം നടത്തൽ കറാഹത്താണ്. അതേസമയം മൊത്തത്തിൽ ഒരു മുസ്ലിം വിറുത് ചിട്ടപ്പെടുത്തുമ്പോൾ ദിനചര്യയുടെ ഭാഗമായി ചൊല്ലാനും പാരായണം ചെയ്യാനും ഒക്കെയുള്ള വചനങ്ങൾ കണ്ടെത്തുമ്പോൾ മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. മുതഅല്ലിങ്ങളോടും അല്ലാത്തവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പലതും ചൊല്ലാൻ സമയമുണ്ട്, പലതും പാടാൻ സമയമുണ്ട്, ഖുർആൻ ഓതാൻ തീരെ സമയമില്ല എന്നിട്ടുള്ളിടത്തേക്ക് അർത്ഥത്തിൽ ഒരർത്ഥത്തിലും ഖൈർ അല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അബ്ദുല്ലാഹിൽ അദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ, അതുപോലെ അൽ ഫുതുഹാത്തുൽ മക്കിയ തുടങ്ങിയ ധാരാളം ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഔറാദുകളിൽ മുസ്ലിമിൻ്റെ ചൊല്ലാനുള്ള വിറുതുകളിൽ ടൈം ടേബിളിൽ പ്രഥമ സ്ഥാനം നൽകേണ്ടത് ഖുർആനിനാണ് എന്ന് മഹാന്മാരായ ആരിഫീങ്ങളും ഉലമാക്കളുമൊക്കെ വളരെ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ച് ആ രീതിയിലേക്ക് സംസാരം കൂടുതൽ കൊണ്ടുപോകുന്നില്ല. ഖുർആൻ പാരായണത്തിനുള്ള മജ്ലിസുകൾ, ദൗറത്തുൽ ഖുർആനിൻ്റെ മജ്ലിസുകൾ, ഖുർആൻ ഓതാനും ചൊല്ലാനും കൂടിയിരുന്ന് ഓതാനുമുള്ള മജ്ലിസുകളും കൂടുതലായി സംഘടിപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നൊരു അഭിപ്രായവും ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇന്ന് വാട്സപ്പിൽ എവിടെയോ ശ്രദ്ധയിൽപ്പെട്ടു, ഒരു സുബഹിക്കൊരു പള്ളിയിൽ നടന്ന മജ്ലിസ്, അൽ കഹ്ഫ് ഓതി ദുആ ചെയ്യുന്ന മജ്ലിസ് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നി. ഖുർആൻ പാരായണത്തിനായിട്ട് പ്രത്യേക മജ്ലിസുകൾ വേണമെന്നോ അല്ലെങ്കിൽ മജ്ലിസുകളിൽ മാത്രമാണെന്നോ അല്ല പറഞ്ഞത്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ എന്നും ഖുർആൻ ഓതാൻ പഠനം നടത്തുന്ന മുതഅല്ലിങ്ങൾക്ക് പഠനമുണ്ട്. സാധാരണഗതിയിൽ ഒരു മുതഅല്ലിമ്, ഒരു ആലിമ്, ഒരു മുഫ്തി, ആ വകുപ്പിൽപ്പെട്ടവരുടെയും സാധാരണ ഒരു ആബിദിൻ്റെയും ടൈം ടേബിൾ തമ്മിൽ വ്യത്യാസം ഉണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ തന്നെ ഫീ തർത്തീബിൽ ഔറാദ് പറഞ്ഞ സ്ഥലത്ത് കാണാം, സമുദായത്തിന് ഇൽമു കൊണ്ട് ഫത്വ കൊണ്ട് ഉപകാരം ചെയ്യുന്ന പണ്ഡിതന്മാർ അവരുടെ അൽ മക്തൂബാത്തുൽ ഖംസും റവാത്തിബും മുഅക്കദയും ഒക്കെ കഴിഞ്ഞാൽ അവരേറ്റവും കൂടുതൽ സമയം ഉപയോഗപ്പെടുത്തേണ്ടത് പഠനം, ഖുർആൻ പഠനം, ഹദീസ് പഠനം, ഫിഖ്ഹ് പഠനം ഉൾപ്പെടെയുള്ള പഠനങ്ങളും അതിൻ്റെ അധ്യാപനവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ആലിമല്ലാത്ത ഒരു ഇബാദത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ഔറാദിൻ്റെ ടൈം ടേബിളും ആലിമിൻ്റെ ടൈം ടേബിളും തമ്മിൽ വ്യത്യാസമുണ്ടാകും.
അപ്പോൾ ഈ പഠനത്തിൻ്റെ സമയത്ത് പഠിക്കാതെ ഖുർആൻ തന്നെ ഓതിയിരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞതിൽ നിന്ന് ആരും അർത്ഥം വെക്കണ്ട. അതേസമയം മുതഅല്ലിങ്ങളും മുദരിസ്മാരും ആലിമീങ്ങളും എല്ലാവരും ഖുർആൻ പാരായണത്തിന് എന്നും 24 മണിക്കൂറിൽ ഇത്തിരി സമയം അതിനും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മുൻകാലത്തെ അപേക്ഷിച്ച് ദിക്റുകളിലും വിറുദുകളിലും അത്തരം ചര്യകളിൽ നിന്നൊക്കെ പല കാരണങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ തിരക്ക് കൂടിയതാവാം മുസ്ലിങ്ങൾ ഇങ്ങനെ ഒരർത്ഥത്തിൽ മുൻകാലത്തെ പോലെ ശ്രദ്ധ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ, തീരെ ശ്രദ്ധ ഇല്ലാന്നോ ഖുർആൻ പാരായണം നിന്നുപോയി എന്നൊന്നും ഞാൻ പറയുന്നതിന് അർത്ഥം വെക്കേണ്ട, അത് നിന്ന് പോകൂല. അതിന് സമയം റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. അതേസമയം മുൻകാലത്തെ പോലെ അത്തരം കാര്യങ്ങൾക്ക് സമയം ഉപയോഗപ്പെടുത്താൻ സമയം തികയാതെ വരുന്നൊരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരു പക്ഷേ സമയബന്ധിതമായി മാസത്തിലോ ആഴ്ചയിലൊക്കെ പലതിൻ്റെയും പേരിൽ മജ്ലിസുകൾ സംഘടിപ്പിക്കപ്പെടുന്ന കൂട്ടത്തിൽ ഖുർആൻ പാരായണത്തിനൊരു മജ്ലിസ് അത്തരം സംവിധാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ജാമിയ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ കീഴിൽ ദൗറത്തുൽ ഖുർആൻ മാസം തോറും നടന്നു വരാറുണ്ട്. ഖുർആൻ ഓതാനൊരു മജ്ലിസ് നല്ല ഫലമാണ്. അങ്ങനെ സ്വലാത്ത് മജ്ലിസുകളും ദിക്ർ മജ്ലിസുകളിലൊക്കെ നമ്മൾ ഖുർആൻ ഓതാറുണ്ട്. അവിടെ നിന്ന് ഖുർആൻ ഓതാറില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാലും ഖുർആൻ ഓതാൻ വേണ്ടി അപ്പേരിൽ തന്നെ ചില മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നതും സംവിധാനിക്കുന്നതും ഇന്നത്തെ സാഹചര്യത്തിൽ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ഖുർആനുമായുള്ളൊരു കൂടുതൽ ബന്ധവും പാരായണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമൊക്കെ ഉപയോഗപ്പെടും. അതൊരു നല്ല സംഗതിയാണ് എന്ന എൻ്റെ വിനീത അഭിപ്രായം ഇവിടെ വെച്ച് പങ്കുവെക്കുകയാണ്. പറഞ്ഞല്ലോ, ഖുർആൻ്റെ മഖാസിദ് 3 സംഗതിയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യ റസൂലാണ്, സത്യപ്രവാചകരാണ്, സത്യനബിയാണ് എന്നതിൻ്റെ ഒരു മുഅ്ജിസത്ത്, ഇന്നും ലൈവായി നിൽക്കുന്ന മുഅ്ജിസത്ത്. മറ്റൊന്ന് അൽ മുതഅബ്ബദു ബിതിലാവത്തിഹി, പാരായണം. ഖുർആനിൻ്റെ ഒരർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മഖ്സൂദ് ഹിദായത്തുൽ ഖൽഖ്, ഹിദായത്ത്. ജനങ്ങൾക്ക്, മനുഷ്യർക്ക്, മനുഷ്യ സമൂഹം, നമ്മുടെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാം. ഖുർആൻ മനുഷ്യർക്ക് മാത്രമല്ലല്ലോ, ജിന്നുകൾക്കും ഖുർആനുണ്ട്. മനുഷ്യർക്ക് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ശരിയായ ശരിയിലേക്ക് മനുഷ്യരെ വഴി നടത്തുക, ഇത് ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഖ്സൂദ് ആണ്, ലക്ഷ്യമാണ്. ഖുർആൻ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. ഖുർആനിനെ നാം സമീപിക്കുമ്പോൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഖുർആൻ അത് ഹിദായത്തിലുള്ളതാണ്. ഹിദായത്ത് എന്ന് പറയുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ട്, വിധഘട്ടത്തിലുണ്ട്. വിശ്വാസരംഗത്തുള്ള ശരിയും തെറ്റുകളുമുണ്ട്, കർമ്മരംഗത്തുള്ള ശരിയും തെറ്റുമുണ്ട്, സ്വഭാവങ്ങളിലുള്ള ശരിയും തെറ്റുമുണ്ട്. വിശ്വാസരംഗത്ത് ഏതാണ് ശരിയായ വിശ്വാസം? ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ എന്താണ് വിശ്വസിക്കേണ്ടത്? ഏത് വിശ്വാസമാണ് ശരി? ഏത് വിശ്വാസമാണ് രക്ഷയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാൻ ആവശ്യമായത്? സത്യത്തിൽ എന്താണ് മനുഷ്യ ജീവിതം? മനുഷ്യൻ എന്തിന് ജീവിക്കുന്നു എന്ന് ഖുർആൻ കൃത്യമായി നിർവചിക്കും. അതിലേക്ക് ഞാൻ ഇപ്പോൾ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഏതൊരു മനുഷ്യനും മനുഷ്യൻ്റെ മനസ്സ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് സുഖങ്ങൾക്ക് വേണ്ടിയാണ്. സത്യത്തിൽ പ്രകൃതിപരമായി തന്നെ മനുഷ്യനെ സമീപിക്കുമ്പോൾ ലളിത ചിന്തയിൽ തന്നെ ബോധ്യപ്പെടുന്നൊരു വസ്തുതയാണ്, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം സമ്പൂർണമായ, സംതൃപ്തമായ, സന്തോഷകരമായ ഒരു ജീവിതത്തിൽ എത്തിപ്പെടുക എന്നതാണ്. 100ൽ 100 സുഖങ്ങൾ മാത്രമുള്ള, സംതൃപ്തമായ, സന്തോഷം മാത്രമുള്ള, ടെൻഷനില്ലാത്ത, പിരിമുറുക്കമില്ലാത്ത, യാതൊരർത്ഥത്തിലും ദുഃഖത്തിൻ്റെ ചേരുവയില്ലാത്ത, സന്തോഷം മാത്രമുള്ളൊരു ജീവിതം ലഭ്യമാക്കുക എന്നതാണ് സത്യത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ നിയോഗം, അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് വഴി നടത്തുകയാണ് വിശുദ്ധ ഖുർആൻ. ഇസ്ലാമിനെ നിർവചിച്ചപ്പോൾ, ദീനിനെ നിർവചിച്ചപ്പോൾ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി അടക്കമുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ നിർവചിച്ചത് അങ്ങനെയാണ്: പരമമായ സൗഖ്യത്തിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് ദീനുൽ ഇസ്ലാം. വിശദീകരിക്കേണ്ടതാണ്, ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഖുർആൻ ഏറ്റവും പ്രധാനമായി ഖുർആൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഹിദായത്ത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും വലിയ ശരികൾ,
ശരികൾ മാത്രമായ വിശ്വാസത്തിലേക്ക്, കർമ്മങ്ങളിലേക്ക്, സ്വഭാവത്തിലേക്ക് സ്വീകരിക്കാൻ മനസ്സുള്ളവരെ കൊണ്ടെത്തിക്കുക, അത് കാണിച്ചു കൊടുക്കുക, ലോകത്തിന് മൊത്തം അത് കാണിച്ചു കൊടുക്കുക എന്നതാണ് ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. വിശ്വാസരംഗത്തുള്ള ശരി തെറ്റുകൾ, എന്താണ് ശരിയായ വിശ്വാസം, എന്താണ് സത്യവിശ്വാസം, എന്താണ് അസത്യം, എന്താണ് അന്ധവിശ്വാസം എന്ന് ഖുർആൻ കൃത്യമായി വേർതിരിച്ചു തരും. കർമ്മരംഗത്തുള്ള അധാർമികതകൾ കൃത്യമായി ഖുർആൻ വേർതിരിച്ചു തരും. ശരിയും തെറ്റുമേതാണെന്ന്, രക്ഷയുടെ മാർഗമേതാണെന്ന്, മോചനത്തിൻ്റെ മാർഗമേതാണെന്ന്, ശിക്ഷയുടെ വഴികളേതാണെന്ന് ഖുർആൻ കൃത്യമാക്കുന്നു. അങ്ങനെ ചുരുക്കി പറയാം, വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, സ്വഭാവരംഗത്ത് ഹിദായത്ത് എന്നത് ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. സത്യത്തിൽ ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല, ശാസ്ത്രീയ ഗ്രന്ഥം എന്ന് പറയാം, കിതാബുൻ ഹക്കീം എന്ന് പറയാം. ഒരു ശാസ്ത്രീയ സ്വഭാവവും ശാസ്ത്രീയ കെട്ടുമട്ടുമുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതേസമയം സൂര്യൻ്റെ കറക്കം, ചന്ദ്രൻ്റെ കറക്കം, ആരാണ് കറങ്ങുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി പറയുന്ന ശാസ്ത്രഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. അവിടെ ഖുർആനിൻ്റെ കൃത്യമായ നിർദ്ദേശം പ്രാപഞ്ചിക രഹസ്യങ്ങളെക്കുറിച്ച് പഠിക്കണം, പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. പ്രപഞ്ച വസ്തുക്കളെയൊക്കെ നിരീക്ഷിക്കുകയും നിരീക്ഷണ പഠനങ്ങളിൽ ഏർപ്പെടുകയും വേണം. ഖുർആൻ ലോകത്തെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. പഠനം നടത്തണം. അതേസമയം പ്രകൃതിയിലെ ശാസ്ത്രീയ വശങ്ങളും തത്വങ്ങളും പറയുന്ന ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. സൂചനകളുണ്ടാകും, പഠനത്തിലേക്കുള്ള സൂചനകളുണ്ടാകും, റിസൾട്ടുകളുടെ സൂചനകളും ചില വിഷയത്തിലുണ്ടാകും. അതേസമയം ഖുർആനിനെ കേവലം ഒരു ശാസ്ത്രഗ്രന്ഥം എന്ന രൂപത്തിൽ ശാസ്ത്രം പറയലല്ല ഖുർആനിൻ്റെ പ്രമേയം. ഖുർആനിൻ്റെ പ്രമേയം ജീവിതത്തിലെ നേരും നെറികേടും വേർതിരിക്കലാണ്. നേരും നെറികോടും വേർതിരിക്കലാണ്, നന്മയും തിന്മയും നിർവചിക്കലാണ്, രക്ഷയും ശിക്ഷയും പരിചയപ്പെടുത്തലാണ്. ഇതാണ് ഖുർആൻ. അതുകൊണ്ട് ഒരു ധാർമ്മിക ഗ്രന്ഥം, അതാണ് ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. ശാസ്ത്രീയ സത്യങ്ങളിലേക്ക് അത് വിരൽ ചൂണ്ടൂല എന്നല്ല, മർമ്മമായി പ്രാപഞ്ചിക കാര്യങ്ങൾ പഠിക്കാൻ, ഭൂമിയെക്കുറിച്ച്, ആകാശലോകത്തെക്കുറിച്ച്, സൂര്യചന്ദ്രനെക്കുറിച്ച്, അങ്ങനെ എന്തിനെക്കുറിച്ചും ഖുർആൻ പഠിക്കാൻ നിരന്തരം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഒരു ശാസ്ത്ര പുസ്തകത്തെ സമീപിക്കുന്നത് പോലെ ഖുർആനെ സമീപിക്കുന്നത് ശരിയല്ല. ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം ശരി തെറ്റുകളുടെ വേർതിരിവാണ്, ധാർമ്മിക അധാർമികതയുടെ വിവേചനമാണ്, അതിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കലാണ്. ഇടയിലൊന്ന് ഓർമ്മപ്പെടുത്തുക, ഇവിടെ വിവിധ സെഷനുകളിൽ അതൊക്കെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഖുർആൻ പറഞ്ഞുകൊണ്ട് ശാസ്ത്രം പറയുമ്പോൾ മുത്താലിങ്ങളും പഠിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാത് കാലത്ത് ശാസ്ത്രങ്ങളിൽ ചിലതൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാണ്, മാറിക്കൊണ്ടിരിക്കും. ചിലത് കൃത്യമായി ബോധ്യപ്പെട്ട വസ്തുതകളും ഉണ്ടായിരിക്കും. പക്ഷെ ഖുർആനും ശാസ്ത്രവും നിങ്ങൾക്ക് മാറ്റുരച്ചുകൊണ്ട് ശാസ്ത്രരംഗത്തെ ഏതെങ്കിലും പുസ്തകം വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ശരിയായിട്ട് ശാസ്ത്രരംഗത്തുള്ളത് ഒരു സംഗതി പറഞ്ഞ് ആ ഖുർആൻ അത് അംഗീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഖുർആൻ ശരിയാണ് എന്ന ഒരു രീതിയിലേക്ക് അത്തരം പ്രഭാഷണങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അത് ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ല എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ ശരി തെറ്റ് വേർതിരിക്കാനുള്ളൊരു മാറ്റുകല്ലായി ഭൗതിക ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തരുത്, അതിൽ പരിമിതിയുണ്ട്. ഭൗതികശാസ്ത്ര നിരീക്ഷണ പരീക്ഷണത്തിലൂടെ ലഭ്യമാകുന്നതാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഒരു കാലത്തെ സത്യങ്ങൾ പിന്നീട് ഒരു കാലത്ത് തിരുത്തപ്പെട്ടേക്കാം. ശാസ്ത്രം പരിചയിക്കുന്ന ആർക്കും ആ സംഗതി നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശാസ്ത്രം പഠിക്കാം. ഖുർആനിൽ നിന്ന് ശാസ്ത്ര സൂചനകൾ കണ്ടെത്തുന്നതിന് വിരോധമൊന്നുമില്ല, സൂചനകളില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ഖുർആൻ നിർദ്ദേശിക്കുന്നു, പ്രചോദനം നൽകുന്നു. മുസ്ലിം ലോകം, ഖുർആനിൻ്റെ വക്താക്കളായ മുസ്ലിം ലോകം ഒരിക്കലും ശാസ്ത്ര പഠനത്തെ നിരുത്സാഹപ്പെടുത്തുകയോ അതിനെ പുറംതിരിഞ്ഞു നിൽക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ചരിത്രത്തിൽ കൃത്യമായ പഠനം നടത്തുമ്പോൾ ആർക്കും ബോധ്യപ്പെടുന്ന സംഗതി. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ ഇനി കൊണ്ടുപോകുന്നില്ല. മറ്റൊരു സംഗതി, ഖുർആൻ നന്നായി പഠിക്കണം. മുത്താലിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഖുർആൻ നന്നായി പഠിക്കണം. ലോകം മൊത്തം ഖുർആൻ വായിക്കണം, ഖുർആൻ പഠിക്കണം. മുസ്ലിങ്ങൾ ഏതായാലും ഖുർആൻ ഇലാഹി ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അവർ നന്നായി ഖുർആൻ പഠിക്കണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഏറ്റവും ഉത്കൃഷ്ടം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്നല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ
ഖുർആനിൻ്റെ പഠനവും അധ്യാപനവും കേവലം ആ തഅല്ലും ഒരു ഹർഫിയായ അക്ഷരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന പഠനമല്ല. ഖുർആനിൻ്റെ അക്ഷരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന പഠനമല്ല. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കുക എന്ന് മാത്രമല്ല. ഖുർആൻ പാരായണം മുസ്ലിങ്ങൾ പഠിക്കണം, പഠിപ്പിക്കണം. അത് വേണ്ടെന്നോ അത് ചെറുതാണ് എന്നല്ല പറയുന്നത്. അതേസമയം ഖുർആൻ പഠനം എന്ന് പറയുന്നത് കേവലം അക്ഷര പഠനത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നത് ശരിയല്ല. ഖുർആനിൻ്റെ പഠനം ലൈസൽ തഅല്ലുമുൽ ഖുർആൻ തഅല്ലുമൻ ഹർഫിയൻ ബൽ ഹുവ യംബഗി അൻ യകൂന തഅല്ലുമൻ മഅനവിയൻ. അർത്ഥതലത്തിൽ, ആശയതലത്തിൽ ഖുർആൻ നന്നായി പഠിക്കണം. പാരായണം പഠിക്കണം. ഖുർആൻ പാരായണം പഠിക്കേണ്ടതുണ്ട്. ഖുർആൻ എഴുതുന്നവർ ഖുർആൻ എഴുതാൻ പഠിക്കേണ്ടവരുണ്ട്. കാരണം അവിടെയും ചില ചിട്ടകളും നിയമങ്ങളുമുണ്ട്. അതോടൊപ്പം മുസ്ലിങ്ങൾ നന്നായി പഠിക്കുക, ലോകത്ത് പരമാവധി കേൾപ്പിക്കാൻ ശ്രമിക്കുക. ഖുർആൻ മറ്റുള്ളവരെ കേൾക്കാൻ അവസരം കൊടുക്കുന്നത് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും നിർബന്ധമായും ഖുർആനിൻ്റെ ആളുകളാവണം, അല്ലെങ്കിൽ ഖുർആനിൻ്റെ വക്താക്കളായി ഖുർആൻ വിശ്വസിച്ചാലേ ഭൗതിക ലോകത്ത് ജീവിക്കാൻ ഇടമുള്ളൂ എന്ന അർത്ഥത്തിലല്ല. ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഇവിടെ അവസരമുണ്ട്. ഖുർആൻ തന്നെ ആ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഖുർആൻ സത്യമാണ്, ഖുർആൻ സത്യമാണ്. പക്ഷെ ഈ സത്യം സ്വീകരിക്കാൻ ബലാത്കാരമില്ല, ബലപ്രയോഗമില്ല, അടിച്ചമർത്തലില്ല. ഫമൻ ശാഅ ഫൽയുമിൻ, മനസ്സുള്ളവർക്ക് സ്വീകരിക്കാം. വമൻ ശാഅ ഫൽയക്ഫുർ, അല്ലാത്തവർക്ക് മാറി നിൽക്കാം. മരണത്തിനപ്പുറം മരണാനന്തര ജീവിതം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ മൗലിക വിശ്വാസമാണ്. അങ്ങനെ ഒരു ജീവിതമുണ്ടെങ്കിലേ മനുഷ്യ ജീവിതത്തിന് അർത്ഥമുണ്ടാകൂ എന്നിടത്താണ് സത്യത്തിൽ മനുഷ്യബുദ്ധിയുമുള്ളത്. വിശദീകരിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. മരണത്തിന് അപ്പുറമുള്ള മരണാനന്തര ജീവിതത്തിൽ രണ്ടിൻ്റെയും റിസൾട്ട് രണ്ടാണെങ്കിൽ പോലും ഭൗതിക ലോകത്ത് ഖുർആൻ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും അവസരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എന്നാലും ലോകത്തെ ഖുർആൻ കേൾപ്പിക്കാൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് മുസ്ലിങ്ങളുടെ നിലപാട്. അതാരും വിശ്വസിക്കുന്ന വിശ്വാസം സത്യമാണ് എന്ന ആത്മാർത്ഥമായ വിശ്വാസവും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കേൾക്കണമെന്ന് ആഗ്രഹിക്കും. ആ ആഗ്രഹം ഒരു തെറ്റല്ല, അത് ബലാത്കാരമല്ല, അത് അടിച്ചമർത്തലല്ല. ഫമൻ ശാഅ ഫൽയുമിൻ, സ്വീകരിക്കാൻ മനസ്സുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് മാറി നിൽക്കാം. അപ്പോൾ മുസ്ലിങ്ങൾ നന്നായി ഖുർആൻ പഠിക്കണം. ഖുർആനിൻ്റെ അർത്ഥതലങ്ങൾ, ആശയം പഠിക്കണം. നമ്മുടെ അഖീദ പഠനം, ഫിഖ്ഹ് പഠനം, തസവുഫ് പഠനം, നമ്മുടെ ദർസുകളും ദഅവാ കോളേജുകളും ശരിയത്ത് കോളേജുകളും മദ്രസകളും ഒക്കെ വിശാല അർത്ഥത്തിൽ ഖുർആനിൻ്റെ പഠനം തന്നെയാണ്. അതിനൊന്നും ചെറുതായി കാണുന്നില്ല. പക്ഷേ ഖുർആൻ പഠനം, ഖുർആനിൻ്റെ അഗാധ പഠനമാണ് നമ്മുടെ ദഅവാ കോളേജുകളിൽ നടക്കുന്നത്, ശരിയത്ത് കോളേജിൽ നടക്കുന്നത്. ഖുർആൻ പണ്ഡിതന്മാർ വളർന്നു വരുന്നതും ഒരാൾ ഖുർആൻ പണ്ഡിതനായിത്തീരുന്നതും അത്തരം പഠനങ്ങളിലൂടെയാണ്. പക്ഷേ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കാതെ സാധാരണക്കാരായ മുസ്ലിങ്ങളും ഖുർആനിൻ്റെ അർത്ഥതലങ്ങൾ പഠിക്കട്ടെ. ഖുർആൻ ഓതാനുള്ളതാണ്, അർത്ഥം പഠിക്കേണ്ടതല്ല എന്ന ചിന്ത പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ഖുർആൻ ഓതിയാൽ മതി, അർത്ഥം പഠിക്കേണ്ടതില്ല, ആ വിചാരം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ഏതൊരു സാധാരണക്കാരും അവൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടെങ്കിലും ഖുർആൻ പാരായണം പഠിച്ച് ഖുർആൻ്റെ അർത്ഥതലങ്ങളും ആശയതലങ്ങളും പഠിക്കാൻ ശ്രമിക്കുകയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് മുസ്ലിമും ഖുർആൻ പഠിക്കണം. പഠനം പല അളവിലുണ്ട്. ഞാൻ ചെറിയ നിലക്ക് അതുകൂടി സൂചിപ്പിച്ച് ഈ സംസാരം അവസാനിപ്പിക്കും. നിസ്കാരത്തിൽ തന്നെ നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ പറയുന്നിടത്ത് കാണാം തദബ്ബുറുൽ ഖുർആൻ. നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ ആ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആനിൻ്റെ ആശയതലങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഓതിപ്പോവുക. അത് നിസ്കാരത്തിൽ പ്രധാനപ്പെട്ടൊരു സുന്നത്താണ്. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവാൻ പ്രധാനപ്പെട്ടൊരു മാർഗവുമാണ് തദബ്ബുറുൽ ഖുർആൻ. ഖുർആൻ പാരായണം നിസ്കാരത്തിലല്ലാത്തപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആശയതലങ്ങൾ, ലളിതമായ ആശയങ്ങളും മനസ്സിൽ വരിക, അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നരകത്തെക്കുറിച്ചുണ്ട്. സന്തോഷത്തോടുകൂടി, വലിയ പ്രതീക്ഷയോടുകൂടി എനിക്കത് കിട്ടണമെന്നുള്ള വല്ലാത്തൊരു പ്രതീക്ഷയോടുകൂടി പാരായണം ചെയ്യേണ്ട ഇടങ്ങളുണ്ട്.
അതേസമയം ഞാനതിൽ പെട്ടുപോകുമോ എന്നുള്ള വല്ലാത്തൊരു പേടിയോടുകൂടി അതിൽ പെടരുതേ എന്നുള്ള താല്പര്യത്തോടു കൂടി പാരായണം ചെയ്യേണ്ട സ്ഥലമുണ്ട്. ചിലപ്പോൾ കരയേണ്ട ഘട്ടങ്ങളുണ്ടാകും. ഇതൊക്കെ മനസ്സിലാവാൻ ഖുർആൻ ആശയങ്ങൾ പഠനത്തിന് സാധാരണ മുസ്ലിങ്ങൾ പോലും സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും പറഞ്ഞല്ലോ, ഖുർആൻ നിസ്കാരം സ്വഹിയാവണമെങ്കിൽ ഫാത്തിഹയുടെ അർത്ഥം പഠിക്കൽ നിർബന്ധമല്ല, ശരിയായ വിധം പാരായണം പഠിച്ചാൽ മതി. അത്തരം ചില വിഷയങ്ങൾ പറയുമ്പോൾ നമ്മുടെ പൂർവ്വകാല ഉസ്താദുമാർ ചിലപ്പോൾ അത് ഓതാൻ പഠിച്ചാൽ മതി, അർത്ഥം പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നിസ്കാരം സ്വഹിയാവാൻ ഖുർആൻ ഫാത്തിഹയുടെ പാരായണമേ നിർബന്ധമായി പഠിക്കേണ്ടതുള്ളൂ. അർത്ഥം പഠിക്കൽ അതിന് നിർബന്ധമുള്ള ഭാഗമല്ല. അത്തരം ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഖുർആനിൻ്റെ അർത്ഥം തെറ്റായ രൂപത്തിൽ പഠിപ്പിച്ച ആളുകളെ വസ്വാസുണ്ടാക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ നടന്നപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ചിലപ്പോൾ മുൻകാല ആലിമീങ്ങൾ ചിലപ്പോൾ അതർത്ഥം പഠിക്കണമെന്ന് നിർബന്ധമല്ല എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടാകും. അതേസമയം ഞാൻ ആവർത്തിക്കുന്നു, ഖുർആൻ ഓതാൻ പഠിക്കണം, പക്ഷെ ഖുർആൻ ഓതാൻ പഠിച്ചാൽ മതി, അർത്ഥം പഠിക്കേണ്ടതില്ല എന്ന വിചാരം മുസ്ലിം ലോകത്ത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. മുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കണം. വലിയ ഖുർആൻ പണ്ഡിതനായി വരുന്ന വലിയ പഠനങ്ങളുണ്ട്. അതിന് കഴിയുന്നവർ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയത് പഠിക്കണം. ശരീഅത്ത് കോളേജുകളും ദഅവാ കോളേജുകളും ഒക്കെ അങ്ങനെയാണ്. അവർ അത്ര ഒരു വലിയ ഖുർആൻ ഹദീസ് പണ്ഡിതന്മാരെ ഈ ഉമ്മത്തിൽ വളർത്തിയെടുക്കൽ സമുദായത്തിൻ്റെ ഉമ്മത്തിൻ്റെ പൊതുവെ ഫർള് കിഫയാണ്. അതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ ഒതുങ്ങാതെ ഏതൊരു മുസ്ലിമും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ ഇപ്പോൾ സ്വർഗത്തെക്കുറിച്ചാണോ നരകത്തെക്കുറിച്ചാണോ പറയുന്നത് എന്നെങ്കിലും ലളിതമായി തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രൂപത്തിൽ ഒരു ലളിതമായ അളവിലെങ്കിലും ഖുർആൻ പഠിക്കാൻ എല്ലാ മുസ്ലിങ്ങളും മുന്നോട്ട് വരണമെന്ന് അൽ കിതാബ് പ്രോഗ്രാമിൻ്റെ ആദ്യ സെഷനിൻ്റെ ഭാഗമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ എന്ന് പറയുമ്പോൾ ഖുർആൻ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഖുർആനിലെ ഓരോ വചനങ്ങൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ലികുല്ലി ആയത്തിൻ ലഹ്റുൻ വബത്തിൻ. ഖുർആനിൻ്റെ അർത്ഥതലങ്ങൾ വിവിധ മറാഹിലുകളാണ്. അൽ മഅനൽ അവ്വലിയു പ്രാഥമിക അർത്ഥതലങ്ങളുണ്ട്. അൽ മഅന സാനവിയു അതിൻ്റെ അപ്പുറത്തുള്ള അർത്ഥതലങ്ങളുണ്ട്. ഇതൊരു ഖുർആനിൻ്റെ സ്വഭാവമാണ്. മുത്താലിങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ ഖത്ഇയ്യുദ്ദലാല ഖണ്ഡിതമായി അറിയിക്കുന്ന അർത്ഥങ്ങളുള്ള ആ ഭാഗങ്ങളുണ്ട്. ലന്നിയുദ്ദലാല പല വ്യാഖ്യാനങ്ങൾക്ക് അവസരമുള്ള ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുർആൻ വചനങ്ങളുണ്ട്. അപ്പോൾ ഖുർആനിന് പല രീതിയുണ്ട്. ദലാലത്തിലേക്ക് ചേർത്തുമ്പോൾ ഖത്ഇയ്യുദ്ദലാലത്തുണ്ട്, ലന്നിയുദ്ദലാലത്തുണ്ട്. മാ ലാ യഹ്തമിലു ഇല്ലാ വജ്ഹൻ വാഹിദൻ, ഒറ്റ വ്യാഖ്യാനം മാത്രം, അതിലപ്പുറം മറ്റു വ്യാഖ്യാനങ്ങൾക്ക് ഇടമില്ലാത്ത ചില ഭാഗങ്ങളുണ്ടാവും പ്രഥമ ദൃഷ്ടിയിൽ. അതേസമയം ഒന്നിലേറെ വ്യാഖ്യാനങ്ങൾ ഒരേ സമയത്ത് ഉൾക്കൊള്ളുന്ന വചനങ്ങളും ഉണ്ടാവും. ഞാൻ ഒന്നും കൂടി പറയട്ടെ. സാധാരണ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഖുർആനിനോട് ചേർത്തി പറയാവുന്നൊരു ഗ്രന്ഥം വേറെ ഇല്ല. നമ്മൾ പരിചയപ്പെട്ട മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ മനുഷ്യരുടെ ഗ്രന്ഥങ്ങളാണ്, അത് മനുഷ്യനിർമ്മിതിയാണ്. പക്ഷെ മനുഷ്യരുടെ പുസ്തകങ്ങൾക്കൊക്കെ ഉള്ളൊരു സ്വഭാവമുണ്ട്. ചിലത് ബുദ്ധിപരമായി അല്ലെങ്കിൽ സാഹിത്യപരമായി വളരെ താഴെ നിലയിലുള്ളവരെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന ചില പുസ്തകങ്ങളുണ്ടാകും. അത് വലിയ ഉയർന്ന ചിന്തയുള്ളവരോ അത്ര ബോധമുള്ളവരോ വായിച്ചാൽ അവർക്ക് ഇതെന്താ എന്നുള്ളതൊക്കെ അവർ മാറ്റിവെച്ചു പോകും. വേറെ ചില ഉയർന്ന പുസ്തകങ്ങൾ മനുഷ്യപരിധിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അത് ഉയർന്ന നിലവാരവും ബുദ്ധിയുള്ള ആളുകൾ വായിച്ചാലേ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയൂ. അല്ലാത്ത താഴെ നിലവാരത്തിലുള്ളവർക്ക് ചിലപ്പോൾ അതുകൊണ്ട് കിട്ടൂല. എന്നാൽ ഖുർആനിന് ഒരേ സമയം രണ്ട് സ്വഭാവമുണ്ട്. ഖുർആൻ ലളിതമാണ്, അതേസമയം ഗഹനവുമാണ്. ഖുർആൻ ലളിതമാണ്, അതേസമയം ഗഹനവുമാണ്. ഖുർആൻ ചെറിയ തോതിലെങ്കിലും എനിക്ക് ഖുർആൻ പഠിക്കണമെന്നൊരു വിചാരത്തോടു കൂടി ഒരാൾ ഖുർആൻ പഠനത്തിന് ഒരുങ്ങിയാൽ അവൻ ബുദ്ധി നിലവാരത്തിലോ മറ്റു വിദ്യാഭ്യാസ യോഗ്യതയിലോ എത്ര പിന്നിലാണെങ്കിലും ആ വിചാരം വെറുതെയാകൂല. അവനും എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ ഖുർആനിൽ നിന്ന് കിട്ടും. അതാണ് അള്ളാഹു തന്നെ ഖുർആനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഖുർആൻ ലളിതമാണ്. ഏത് നിലവാരത്തിലുള്ളവനാണെങ്കിലും ഖുർആൻ പഠിക്കണമെന്ന മനസ്സോടുകൂടി ഖുർആൻ്റെ പിന്നാലെ കൂടുകയാണെങ്കിൽ, ആ പഠനത്തിന് അതിൻ്റെ റൂട്ടിലൂടെ ഒരുങ്ങുകയാണെങ്കിൽ അവൻ വെറുതെയാവൂല, അവനൊന്നും കിട്ടാതെ മടങ്ങേണ്ടി വരില്ല. ഏത് വിദ്യാഭ്യാസ നിലവാരത്തിലുള്ളവർക്കും ഖുർആൻ പഠനത്തിൽ ഒരുങ്ങിയാൽ അതിൽ നിന്ന് കിട്ടാൻ എമ്പാടുമുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഖുർആൻ ലളിതമാണ്.
അതേസമയം നേരത്തെ ഇവിടെ പറഞ്ഞ ആവർത്തിച്ച് പഠിക്കുകയും പാരായണം ചെയ്യുമ്പോഴും മടുപ്പ് വരില്ല. കാരണം ഖുർആൻ ഒരേ സമയം ലളിതമാവുമ്പോൾ തന്നെ അതേസമയം ഖുർആൻ ഗഹനമാണ്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. വലിയ അർത്ഥഗർഭമുള്ള വാചകങ്ങളാണ് വിശുദ്ധ ഖുർആനിൻ്റെത്. അതുകൊണ്ട് എത്രയോ വർഷങ്ങൾ പഠിച്ചവനും പിന്നെയും ഖുർആൻ പഠനത്തിൽ മുന്നേറുമ്പോൾ അതിൻ്റെ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് സംസാരം നീട്ടുന്നില്ല. വിദ്യാർത്ഥികളും മുത്താലിങ്ങളോട് ഇടയിലൊന്നും ഓർമ്മപ്പെടുത്തുക. ഇപ്പം അതുണ്ടോയെന്നറിയില്ല. ചില മുത്താലിങ്ങൾ ഇടക്കാലത്ത് പറയാറുണ്ടായിരുന്നു, നമ്മൾ ഈ തഫ്സീറൊക്കെ ഓതുന്നത് എന്താണെന്ന് വെച്ചാൽ ബർക്കത്തിനാണ്. ജലാലൈനി ഓതുന്നത് ബർക്കത്തിന്, മദാരിക്ക് ഓതുന്നത് ബർക്കത്തിന്. ഞാൻ എൻ്റെ ദർസിന് പറയാറുണ്ട്, എന്നാൽ പിന്നെ വെറുതെ അതിന് സമയം കാണുന്ന വെള്ളം മന്ത്രിപ്പിച്ചാൽ ഉസ്താനെ കൊണ്ട് ദർസിൽ ഞാൻ പറയാറുണ്ട്, ബർക്കത്തിനാണെങ്കിൽ വെള്ളം മന്ത്രിപ്പിച്ചാണ്. തഫ്സീർ ഓതുന്നത് ബർക്കത്തിനാണ്, ഹദീസ് പഠനം ബർക്കത്തിനാണ് എന്ന് ദയവായി മുത്തഅല്ലിങ്ങൾ വിശ്വസിക്കരുത്, വിചാരിക്കരുത്. തഫ്സീർ പഠിച്ചാൽ ബർക്കത്തുണ്ടാകും, ഹദീസ് പഠിച്ചാൽ ബർക്കത്തുണ്ടാകും. അതൊക്കെ മുബാറക്കാണ്, ബർക്കത്തുള്ള പഠനമാണ്. അള്ളാഹു നമ്മുടെയൊക്കെ പഠനങ്ങളിൽ ബർക്കത്ത് ചെയ്തു തരട്ടെ. അതേസമയം പഠിക്കുന്നത് ബർക്കത്തിനല്ല, അത് പഠിക്കേണ്ടതാണ്. ഈ ഒരു ചിന്ത ചിലപ്പോൾ വന്നപ്പോൾ നമ്മൾ മുഖല്ലിദുകളല്ലേ, നമ്മൾ മദ്ഹബ് പിന്തുടരുന്നവരല്ലേ, പിന്നെ നമ്മൾ എന്തിനാ ഖുർആനും സുന്നത്തും പഠിക്കുന്നത്? അതൊരു ബർക്കത്തിന് മതിയല്ലോ എന്ന ഒരു തെറ്റായ ധാരണയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. യൂസുഫ് നബ്ഹാനി, പിൻകാല പണ്ഡിതിൽ പ്രമുഖനായ യൂസുഫ് നബ്ഹാനി തന്നെ ഷവാഹിദുൽ ഹക്കിൽ ഇത്തരം ധാരണക്കാരോട് നന്നായി ഏറ്റുമുട്ടുന്നുണ്ട്. ഖുർആൻ കേവലം ഫിഖ്ഹുമായി ബന്ധപ്പെട്ടതല്ല. ഫിഖ്ഹ്, ആയാത്തുൽ അഹ്കാം ഖുർആനിൽ എത്രയാണ് എന്ന് അയിമത്തുകളുടെ ലോകത്ത് ചർച്ച നടന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇനി ആയാത്തുൽ അഹ്കാം 500 ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിനപ്പുറമുള്ള ആയത്തുനിന്ന് ഹക്മ് കിട്ടൂല എന്നൊന്നും അതിനർത്ഥമല്ല. പക്ഷേ ഖുർആനിൻ്റെ ഒരു ഭാഗമാണ് ഫിഖ്ഹ്. അവിടെ തന്നെ ഗവേഷണത്തിലൂടെ കണ്ടെത്തേണ്ട ഒരു ഭാഗങ്ങൾ അത് യോഗ്യരായ അയിമത്തുകൾ കണ്ടെത്തേണ്ടതാണ്. അവിടെയാണ് നമ്മുടെ മദാഹിബ്. അവിടെ നമ്മൾ ആ മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അവിടെയും ആ മദ്ഹബുകളുടെ ദലീലുകൾ അല്ല അദില്ലത്തുൽ ഇജ്മാലിയെങ്കിലും ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഗവേഷണം ചെയ്തെടുത്ത ആ വിധിയുടെ അവലംബ രേഖയാണ് ഇന്നത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങനെ അഭിപ്രായപ്പെട്ടത് വെറുതെ അല്ല, രേഖയുടെ പിൻഫലമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഫിഖ്ഹിലേക്ക് ചേർത്തി നിർത്തുമ്പോഴും ഖുർആൻ ഹദീസ് പഠനം ബറക്കത്തിനല്ല. അതേസമയം ഖുർആൻ കേവലം കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടതല്ല. മുസ്ലിമിൻ്റെ മൗലിക വിശ്വാസങ്ങൾ, മുസ്ലിമിൻ്റെ സ്വഭാവങ്ങൾ, മുൻകാല അമ്പിയാക്കളുടെ മാതൃകകളും ചരിത്ര സംഗതികളും, സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളും, നരകത്തിൻ്റെ സ്വഭാവങ്ങൾ, മഹ്ശറയുടെ സ്വഭാവങ്ങൾ, അഖ്ലാഖ്, വഅദ്, വഈദ്, അഖ്ബാർ തുടങ്ങി ഒരു 100 കൂട്ടം സാധാരണ ഭാഷയിൽ പറയുമ്പോൾ ഖുർആൻ ഉൾക്കൊള്ളുന്നുണ്ട്. അത് കേവലം ഫിഖ്ഹിലേക്ക് മാത്രമാണെന്നൊരു ധാരണ കൊണ്ട് നമ്മൾ മദ്ഹബിൻ്റെ ആളുകളല്ലേ, നമ്മൾ ഖുർആനും ഹദീസും പഠിക്കേണ്ടതല്ലല്ലോ, അത് പിന്നൊരു ബർക്കത്തിന് എന്ന ധാരണയിൽ മുത്തഅല്ലിങ്ങൾ പെട്ടുപോകരുതേ എന്ന് സാന്ദർഭികമായി മുത്തഅല്ലിങ്ങളോടും അല്ലാത്ത ഖുർആൻ പഠിതാക്കളോടും ഓർമ്മപ്പെടുത്തിയാണ്. ഖുർആൻ പഠനം നന്നായി നടത്തണം. ഗവേഷണം ചെയ്ത് ഹുക്കുമുകൾ നമ്മൾ മുത്തഖല്ലിദുകൾ നേരിട്ട് ഖുർആൻ ഗവേഷണം ചെയ്ത് വിധി കണ്ടെത്താൻ പാടില്ല. അത് ഒരു വശം മാത്രമാണ് ഖുർആൻ സുന്നത്തിൻ്റെ, അല്ലാത്തത് തന്നെ ധാരാളം വശങ്ങളുണ്ട്. അതുകൊണ്ട് ഖുർആൻ നന്നായി പഠിക്കണം. മുതഅല്ലിങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ മാർഗങ്ങളുണ്ട്. നമ്മുടെ ദർസുകൾ ആർക്കും മുതഅല്ലിമാവാമല്ലോ. നമ്മുടെ ദർസുകൾ, ശരിയത്ത് കോളേജുകൾ, ദഅവാ കോളേജ് സംവിധാനങ്ങളൊക്കെ വളരെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചൊന്ന് വിശദമായി ഖുർആൻ പഠിക്കാനും അങ്ങനെ ഒരു ഖുർആൻ ഹദീസ് പണ്ഡിതനാവാനുമുള്ള ഇടങ്ങളാണ്. അതേസമയം ഞാൻ പറഞ്ഞു, അല്ലാത്തവരും ഖുർആൻ പഠിക്കണം. സാധാരണ മുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കണം, ഓതാൻ പഠിക്കണം. അവിടെ ഒതുക്കേണ്ട അർത്ഥതലങ്ങൾ പഠിക്കണം. സാധാരണക്കാരെങ്ങനെ ഖുർആൻ പഠിക്കുക? ഒരുപാട് മാർഗങ്ങൾ അതിലുണ്ട്. ഒരു മാർഗം ഖുർആൻ ക്ലാസ്സുകളിലൂടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി സഖാഫി ഉസ്താദ് നിരന്തരമായി പതിറ്റാണ്ടിൽ വർഷങ്ങളായി ഖുർആൻ ക്ലാസ്സുകൾ അങ്ങനെ അദ്ദേഹം മറ്റു പലരും നടത്തിക്കൊണ്ടിരിക്കുന്നു. സാധാരണക്കാർക്ക് ഖുർആൻ ആശയങ്ങൾ അടുത്തറിയാനൊരവസരമാണ്. ഉപയോഗപ്പെടുത്താം. അതോടൊപ്പം ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, വ്യാഖ്യാനം എന്ന് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാലും പരിഭാഷ എന്ന ചട്ടം വിലയിരുത്തിയാലും അത് ഖുർആൻ പഠിക്കാനുള്ള ഉപകാരങ്ങളാണ്, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങളാണ്. ഖുർആൻ ഓതുന്നതിന് പകരം പരിഭാഷ വായിച്ചാൽ പറ്റില്ല. ഖുർആനിൻ്റെ പരിഭാഷ ഖുർആനല്ല. ഖുർആനിൻ്റെ ഇസ്മത്ത് അപ്രവാദിത്വം പരിഭാഷകൾക്കുമില്ല, തഫ്സീറുകൾക്കുമില്ല. തഫ്സീറുകൾ അറബി ഭാഷയിലായാലും ഇനി അതല്ലാത്ത മറ്റു ഭാഷയിലായാലും മറ്റു ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾക്ക് നിങ്ങൾ വ്യാഖ്യാനം എന്ന പുറംചട്ടയിൽ എഴുതിയാലും ഇനി പരിഭാഷ എന്ന് എഴുതിയാലും അതൊന്നും ഖുർആനല്ല.
അതൊന്നും ഖുർആനല്ല. ബിഖദിരി തോഖത്തിൽ ബശരിയ്യ, ഖുർആൻ പഠിക്കാൻ സജീവമായി ഛർദ്ദിച്ച ഒരു ഖുർആൻ പണ്ഡിതൻ്റെ അല്ലെങ്കിൽ ഒരു ഖുർആൻ പഠിതാവിൻ്റെ കഴിവിനനുസരിച്ച് അദ്ദേഹത്തിന് മനസ്സിലായ അർത്ഥതലങ്ങൾ എഴുതി വെച്ചതാണത്. അത് പറയുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൃത്യമായി ലഭ്യമായ ഖുർആൻ വ്യാഖ്യാനങ്ങളാണെങ്കിൽ അത് 100-ൽ 100 ഖുർആൻ വ്യാഖ്യാനമാണെന്ന് നമുക്ക് തീർത്തു പറയാം. ഖുർആൻ വ്യാഖ്യാനത്തിന് നക്കൽ നിർബന്ധമില്ലെന്നും നക്കലുള്ള വശവും അല്ലാത്ത വശവുമുണ്ടെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ തന്നെയും വിശിഷ്യ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിന്റെ ആമുഖത്തിലൊക്കെ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ ഓതേണ്ടതിന് പകരം തർജമ ഓതിയാൽ പറ്റില്ല, വായിച്ചാൽ പറ്റില്ല. വലാ യജൂദുൽ, അതുകൊണ്ടാണ് ആലിമീങ്ങളുടെ മുത്താലിങ്ങളുടെ തുടർ വായനയ്ക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. റിവായത്തുൽ ഖുർആൻ ബിൽ മഅന എന്ന് പറയുന്നൊരു വശമുണ്ട്. ഇത്ഖാനിൽ കാണാം, ഫതാവുൽ ഹദീസിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ കാണാം. ഹദീസ് മഅന കൊണ്ട് റിവായത്ത് പറ്റും, ഖുർആനിന് മഅന കൊണ്ട് റിവായത്ത് പറ്റൂല. കാരണം ഖുർആൻ എന്ന ഖാസായ പദങ്ങളും വാചകങ്ങളുമാണ്, അതങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടണം. ഖുർആൻ മഅന കൊണ്ട് ഖിറാഅത്ത് പറ്റൂല. ഖുർആൻ മഅന കൊണ്ട് ഖിറാഅത്ത് പറ്റൂല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ മഅന പറയാൻ പാടില്ല എന്നോ മഅന എഴുതാൻ പാടില്ല എന്നോ അല്ല. ഖുർആൻ ഓതേണ്ടതിന് പകരം അത് ഓതിയാൽ പറ്റൂല. ലാ തജൂദു ഖിറാഅത്തുൽ ഖുർആനി ബിൽ മഅന വലാ തജൂദു റിവായത്തുൽ ഖുർആനി ബിൽ മഅന. അതേസമയം ഖുർആനിൻ്റെ ആശയം പഠിച്ച പണ്ഡിതന്മാർ വ്യാഖ്യാന രൂപങ്ങളിലും പരിഭാഷ എന്ന് പേരിട്ടാലും പരിഭാഷ മുഹാലായൊരു പരിഭാഷയുണ്ട്. മാ യഖൂമു മഖാമഹു, ഖുർആൻ ഉൾക്കൊള്ളുന്ന ആശയതലങ്ങളെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന, ഒട്ടും ആശയം ചോർന്നു പോകാതെ ഖുർആനിന് പകരം വെക്കാവുന്ന ഒരു തർജമ, അത് മുഹാലാണ്. മാ യഖൂമു മഖാമഹു, ഖുർആൻ ഉൾക്കൊള്ളുന്നതെല്ലാം ഉൾക്കൊള്ളുന്ന രൂപം, അത് അറബി ഭാഷയിലായാലും മറ്റ് ഭാഷയിലായാലും അത് കൊണ്ടുവരൽ മുഹാലാണ്. അതിനുവേണ്ടി ഒരു മുസ്ലിം ശർമ്മിക്കലും അത് കഴിയുമെന്ന അവകാശവാദവും ഹറാമും അല്ല, കുഫറുമാണ്. ഇപ്പം മാ യഖൂമു മഖാമഹു, ഖുർആനിന് പകരം നിൽക്കാവുന്ന, ഖുർആൻ ഉൾക്കൊള്ളുന്നതെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന മറ്റൊന്ന്, ഖുർആനിന് ഒരു ബദൽ, അത് അറബി ഭാഷയിലും സാധ്യമല്ല, മറ്റൊരു ഭാഷയിലും സാധ്യമല്ല, അത് മുഹാലാണ്. അതിനുവേണ്ടി ശർമ്മിക്കൽ തെറ്റുമാണ്. അതേസമയം ബിഖദിരി തോഖത്തിൽ ബശരിയ്യ, ബിഖദിരി തോഖത്തിൽ ബശരിയ്യ, ഖുർആൻ പഠിക്കാൻ ഒരുങ്ങുന്ന ഒരു ഖുർആൻ പഠനം നടത്തിയ ഒരു ഖുർആൻ പണ്ഡിതന് താൻ മനസ്സിലാക്കിയതനുസരിച്ച് ഖുർആനിൻ്റെ അർത്ഥതലങ്ങൾ അത് തഫ്സീർ രൂപത്തിലും തർജമ രൂപത്തിലും വ്യാഖ്യാന രൂപത്തിലും പരിഭാഷ രൂപത്തിലും ഒക്കെ എഴുതിയാലും അപ്പോഴും ഈ മുഫസ്സിറിൻ്റെ അല്ലെങ്കിൽ ഈ മുത്തർജിമിൻ്റെ അടുത്ത് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ഇസ്മത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഖുർആനിൻ്റെ തഫ്സീർ ഖുർആനിൻ്റെ പകരമല്ല, ഖുർആനിൻ്റെ തർജമയും ഖുർആനിന് പകരമല്ല. തഫ്സീറുകളിൽ തന്നെ തഫ്സീറും ബിറയും അബദ്ധങ്ങൾ എഴുതി വെച്ചവരുണ്ടാവാം, കൃത്യമായ നിബന്ധന പാലിച്ചുകൊണ്ട് ശരിയായ റൂട്ടിൽ എഴുതി വെച്ച തഫ്സീറുകളും ഉണ്ടാവാം. ഏതായാലും തഫ്സീറുകൾ ഉപയോഗപ്പെടുത്തിയിട്ടും അഹ്ലുസുന്നയുടെ പണ്ഡിതരുടെ വ്യാഖ്യാനങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടും ഏറ്റവും ചുരുങ്ങിയത് ഇത് പറഞ്ഞുകൊണ്ട് സാധാരണ മുസ്ലിങ്ങൾ 4 ഖുർആൻ ക്ലാസ്സിന് പോയത് കൊണ്ടോ ഖുർആൻ പഠിക്കാൻ ഒരു ഖുർആൻ ഭാഷണം വായിച്ചത് കൊണ്ടോ ഓൻ ഖുർആൻ പണ്ഡിതനായി എന്നൊന്നും ഒറ്റടിക്ക് തെറ്റിദ്ധരിക്കരുത്. ഞാനിപ്പോൾ ഒരു ഖുർആൻ പണ്ഡിതനായി എന്ന് തോന്നും ചെയ്യരുത്. സാധാരണക്കാർ പഠിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ അവലിയായ അർത്ഥതലങ്ങൾ, ലളിതമായ അർത്ഥങ്ങൾ അതെങ്കിലും പഠിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഖുർആൻ പഠിതാക്കളോട് മറ്റൊന്നു കൂടി പറയുന്നത്, ഖുർആനിനെ ഒരു പ്രബന്ധ രചനയിൽ സമീപിക്കരുത്. പ്രബന്ധ സ്വഭാവമല്ല ഖുർആനിന്, ഭാഷണ സ്വഭാവമാണ് ഖുർആനിന്. ഒരു പുസ്തകം വായിക്കുന്ന രൂപത്തിലൂടെ ഖുർആൻ സമീപിച്ചാൽ അബദ്ധങ്ങൾ പറ്റാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഒരു കലാം, അതാണ് കലാമുല്ലാഹിയാണ്, ഒരു പ്രഭാഷണ രൂപത്തിലൂടെയാണ് ഖുർആൻ സമീപിക്കേണ്ടത് എന്നാണ് ഖുർആൻ പഠനത്തിന് ചെറിയ തോതിൽ ശ്രമിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട വസ്തുത. അതും കൂടി നിങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആൻ പഠനത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിം ലോകം പൊതുവെയും പണ്ഡിതന്മാർ മുതഅല്ലിങ്ങൾ കൂടുതലും പ്രത്യേകിച്ചും അതിന് സമയം കണ്ടെത്തുകയും ശ്രദ്ധിക്കുകയും വേണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഹ്രസ്വ സംസാരം അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.